ഒരു പുത്തൻ രസക്കൂട്ടുമായി കോമഡി മസാലയുടെ ഒരു പുത്തൻ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഈ ഷോയുടെ ഭാഗമാവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഓഡിയൻസിനെ സ്നേഹപൂർവ്വം ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട താരങ്ങളുണ്ട്, അവരും കൂടി ജോയിൻ ചെയ്താലേ നമ്മുടെ ഈ കോറം കംപ്ലീറ്റ് ആവുള്ളൂ. അവരെ സ്വാഗതം ചെയ്യുകയാണ് സുധി കൊല്ലം ആൻഡ് ഉല്ലാസ് പന്തളം. സുധി ചേട്ടാ ആൻഡ് ഉല്ലാസ് ചേട്ടാ, സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖമായിട്ട് പോകുന്നു. കഥകളൊന്നുമില്ല? കഥകളില്ല. നിങ്ങൾ ഈ 2-3 ദിവസം സമയം കിട്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഒപ്പിച്ചില്ല? ഇല്ല, അതിനുള്ള ടൈം കിട്ടിയില്ല. പുറത്തേക്ക് ഇറങ്ങാൻ സമയം കിട്ടിയില്ല. ഏതൊക്കെയോ സ്റ്റുഡിയോയ്ക്കും ഇതുപോലെ ചാനലുകൾക്ക് അകത്തായിരുന്നു. പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്തെങ്കിലും ഒപ്പിച്ചാൽ രണ്ടുപേരും. അപ്പൊ പൊളിക്കല്ലേ നമ്മളെ? പൊളിക്കാം. അടുത്തതായിട്ട് വേദിയിൽ ഒരു ചിരി ഉത്സവമാണ് നടക്കാൻ പോകുന്നത്. സ്കിറ്റുമായിട്ട് എത്തുന്നു ടീം ഫൺ സ്റ്റാർസ്. ഹലോ ഹലോ ഹലോ, ഇത് മാംസം വിൽക്കുന്ന ആളാണോ? കൂടുതൽ വലിയ സാഹിത്യമൊന്നും വേണ്ട. അർത്ഥം മാറിപ്പോയ ആളുകൾ വേറെ വല്ലതും വിചാരിക്കും. ഇറച്ചിക്കട ആണോ എന്ന് മാത്രം ചോദിച്ചാ മതി കേട്ടാ. പിന്നെ ഇപ്പൊ കിലോ എങ്ങനെയാ? കിലോ പഴയതുപോലെ തന്നെ 1000 ഗ്രാം 1 കിലോ. അതല്ലെന്നേ, പിന്നെ ഇപ്പൊ ഇറച്ചിക്ക് കിലോ എന്നാ വിലയാ? അത് എന്തിനാണ് ഈ ഫോണിൽ കൂടെ പറയുന്നത്? നമുക്ക് നേരിട്ട് വാ, സംസാരിക്കാം. അത് ശരി. അപ്പോഴേ ഇപ്പൊ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള സമയമാണല്ലോ. ഒരുപാട് ഒരു സെക്കൻഡ്. മുതലാളി, ഇപ്പൊ കോഴിയിട്ട ചൂട് മുട്ട എവിടെ വയ്ക്കട്ടെ? അവിടെ ഞാൻ വെച്ചിട്ട് പോടാ. അസുഖങ്ങളുള്ള സമയം. അസുഖങ്ങളുള്ള സമയമല്ലേ? അപ്പൊ നിങ്ങളുടെ കോഴിക്ക് പനിയോ വല്ലോ ഉണ്ടോ? അയ്യോ, എന്റെ കോഴിക്ക് പനിയും പല്ലുവേനയും തലവേനയും ജലദോഷവും വയറിളക്കോ ഒന്നും വരൂല. അതെന്താ? ദിവസവും രാവിലെ ഞാൻ പാരാസെറ്റമോൾ കൊടുക്കും. അയ്യോ, എങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഞാൻ അങ്ങോട്ട് വരാം. ഓ ശരി, ആയിക്കോട്ടെ. നേരിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടാ. ഓക്കെ, ആയിക്കോട്ടെ. കയറി തൊടേടാ. എനിക്കറിയാലോ, മുതലാളി വിളിച്ചു കാണിക്കണം. എടാ, അതല്ല പറഞ്ഞത്. ഇത് അത്രയും മൂട്ടിലായിരുന്നു തുടക്കാൻ അങ്ങോട്ട്. അങ്ങനെ എന്തോന്നടാ നീ ഇങ്ങോട്ട് വന്നാണ്? ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ല. എന്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള ചെറുക്കനായോണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കണത്. എന്നിട്ട് നിൽക്കണം നിപ്പുവൊക്കെയാണ്. അപ്പോഴത്തേക്കും കലവം പിണങ്ങി. ഇങ്ങോട്ട് വാടാ, നമുക്ക് പ്രത്യുൽപാദനം നടത്തണ്ടേ? അങ്ങനെയാണോ കണ്ടേക്കുന്നത്? ഞാൻ അത്തരക്കാരനൊന്നുമില്ല. അതല്ലേ പറഞ്ഞത്. ഇങ്ങോട്ടൊക്കെയാണ് നമുക്ക് കോഴിയുടെ മുട്ട അട വെക്കണ്ടേ? ഇന്ന് നാടൻ കോഴിയുടെ അടമുട്ട വെച്ചാലല്ലേ പഞ്ചായത്തിൽ നിന്ന് ആള് വരുമ്പോ നോക്കി പൈസ കിട്ടുള്ളൂ. മുതലാളി എപ്പോഴും എന്നെ മണ്ടാന്ന് വിളിക്കൂലേ? അതൊക്കെ ഞാനേ മുതലാളി ആകാശത്ത് കാണുമ്പോ ഞാൻ മാനത്ത് കാണും. അതൊക്കെ എപ്പോഴേ വെച്ച് ഒരു 10-20 അട വെച്ചാ 4 4 എടാ 20 വെച്ചാലല്ലേ പൈസ കിട്ടുള്ളൂ. അല്ല മുതലാളിയുടെ കാറിന് 4 ടയറിലേ ഉള്ളു. അപ്പൊ 4 മുട്ട അട വെക്കാൻ പറ്റും. ദൈവമേ, എന്റെ ഈ ഫാം ഈ കുത്തുപാട് എടുക്കുന്നതിന്റെ പ്രധാന കാരണം ഈ മണ്ടനാണ്. എടാ, നിനക്ക് മര്യാദക്ക് ജോലി ചെയ്താൽ എന്താണ് കുഴപ്പം? ഇതുപോലെ തന്നെയാണ് ആ സുരേന്ദ്രനും. എന്ത് പറഞ്ഞാലും അങ്ങ് ചൂടാവും. അങ്ങനെ കൂടെ വന്നാ പിന്നെ രാവിലെ എന്നിട്ട് എന്റെ അടുത്ത് പറയാണ് ഒരു ഡ്രസ് ചെയ്ത കോഴിയെ കൊടുക്കാൻ. നീ കൊടുത്താ? പിന്നെ കൊടുത്ത് ഞാൻ മുതലാളിയുടെ ഡ്രസ് ചെയ്തിരിക്കുന്ന ഒരു നല്ല പടം എടുത്തു കൊടുത്തിരുന്നത്. ഡ്രസ് ചെയ്ത ഏറ്റവും നല്ല കോഴി ഇവിടുത്തേതാണ്. മാന്യനായ ഒരാളാണ്. ഭയങ്കര മാന്യതയാണ് അങ്ങേർക്ക്. ഒരു മാന്യതയില്ല. അന്നാളൊരു ദിവസം മുതലാളി എന്റെ അടുത്ത് പറഞ്ഞ ആ പ്രസാദിന്റെ ഹോട്ടലിൽ പോയിട്ട് ചിക്കൻ കറി മേടിച്ചോണ്ട് വൈകുന്നേരം ഞാൻ പറഞ്ഞു പോയി ചിക്കൻ കറി വാങ്ങിച്ചോണ്ട്. അപ്പൊ ചെന്നപ്പോ സുരേന്ദ്രൻ അവിടെ നിൽക്കുകയാണ്. അങ്ങേരെ കടയിലെ പ്രസാദിന്റെ അടുത്ത് പറയാണ് ഒരു ഫുൾ ചിക്കൻ തിന്നാൻ താന്ന്. അയ്യേ, ഈ പുഴ പപ്പും പൂടെ എല്ലാം കൂടെ എങ്ങനെയാണ് തിന്നും? എടാ മണ്ട, അങ്ങനെ ഫുൾ കോഴി എന്ന് പറഞ്ഞ വേറൊന്നുമല്ല. കോഴിയുടെ പപ്പും പൂടെയൊക്കെ കളഞ്ഞിട്ട് അതിനെ പൊരിച്ച ഒരു ഫുൾ കോഴി. അതാണ് പറഞ്ഞല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീ എന്തിനാണ് 2000 കോഴിയുടെ ഓർഡർ വന്നപ്പോ കാടക്കോഴി കൊടുത്തു? ഈ കാര്യത്തിൽ മുതലാളി എന്നെ തെറ്റിദ്ധരിക്കരുത്. മുതലാളി പറഞ്ഞു തരുന്ന കാര്യമെല്ലാം ഞാൻ തലയ്ക്കകത്താക്കി വെച്ചിട്ടുണ്ട്. മുതലാളി എന്നെ പറഞ്ഞത് 1000 കോഴി കരക്കാടയെന്ന്. അപ്പൊ 2000 കോഴിക്ക് ഒരു കാട പോലെ മതി. അത് മതി കേട്ടാ. പോടാ, കേറി പോടാ. എന്റെ അടുത്ത് ആവശ്യമില്ലാത്ത വിരലുണ്ടായിരുന്നു. മാറ്റിപ്പിടിയടാ. മാറ്റിപ്പിടിയടാ. ഇല്ലെങ്കിൽ വിരലിന്റെ അറ്റത്ത് കൊഴുത്തിട്ടായിരിക്കണം. ഭയങ്കര ശരി തന്നെ. ഈ കൈവച്ച രാവിലെ എന്താ നീ കുളിച്ചിട്ട് എത്ര ദിവസമായിടാ? ഞാൻ ദിവസവും കുളിക്കാറുണ്ട്. ഇല്ല, നീ കുളിക്കുന്നില്ല. ഞാൻ ദിവസവും കുളിക്കാറുണ്ട്. അതൊക്കെ നീ എന്നെ കണ്ടു പഠിക്കണം. ഞാൻ രാവിലെ എഴുന്നേറ്റാ നോക്ക്, വേണ്ട, ഞാൻ എപ്പോഴും ഫ്രഷാണ്. രാവിലെ എഴുന്നേറ്റാ കുളിച്ച് വൃത്തിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് അമ്പലത്തിൽ പോയി ചന്ദനം തൊട്ട് ഇവിടെ വന്ന് കോഴിക്കാട്ടം വാരക്കോണം മതി. പൊക്കോ, എനിക്ക് കുറച്ച് കണക്കുകൾ നോക്കാണ്ട്. നീ പോയി കോഴി മുട്ടയിടുന്നാ നോക്ക്. പോ. ഈശ്വരാ,
1450 2025. മുതലാളി അയ്യോ തെറ്റിച്ച് എന്താടാ പോടാ 1450. ദൈവമേ കടം കയറി മുടിയേ മുതലാളി എന്താടാ അല്ല നേരത്തെ മോലാളി കണക്ക് വെക്കൊണ്ടിരുന്നപ്പോ ഞാൻ വന്ന് മോലാളിനെ വിളിച്ച് തെറ്റിച്ചില്ലേ അതിന് മാപ്പ്. പോടാ, പോ. 2250. മോലാളി ചിക്കൻ കടായി എങ്ങനുണ്ട്? സൂപ്പറാണ്, നല്ലതാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? അപ്പൊ ചിക്കൻ കടായി. ഇങ്ങനെ മറ്റേ സുരേന്ദ്രൻ വന്ന് മേടിച്ച 150 കോഴിയില്ലേ, അത് കടായി. എന്റെ ദൈവമേ, എന്നെ നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വാ, ഇവിടെ വാ. എടാ വാ, എടാ നിനക്ക് ഞാൻ വെറുതെ ആണോ പണിയെടുപ്പിക്കണത്? നിനക്ക് ഞാൻ ദിവസവും 100 രൂപ വെച്ച് തരുന്നില്ലേ? ഏതൊക്കെയോ ദിവസങ്ങൾ. ഏതൊക്കെയോ ദിവസങ്ങളില്ല ഇവന് കൃത്യമായി ശമ്പളം കൊടുക്കുന്ന ഒരു പണിക്കാരനാണ് ഞാൻ. എടാ ഇങ്ങോട്ട് വാ. നീ ഇന്നാളെ എന്തോ ബൂർഷ എന്നൊക്കെ എന്നെ വിളിച്ചത് ഞാൻ അറിഞ്ഞല്ലേ? ബൂർഷാന്നാ? ആ. എങ്ങനെ ബൂർഷാന്ന് വിളിക്കാതിരിക്കും? ഞങ്ങളെന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. മുതലാളിമാർ തൊഴിലാളിയോട് തട്ടിക്കറാൻ പാടില്ല. ഈ കോഴിക്കടയിൽ നിൽക്കുന്ന ഓരോ തൊഴിലാളികളും ഞങ്ങൾ പുന്നപ്പുറയും വയലാറും വിപ്ലവത്തിന്റെ പുതിയ മുങ്ങടിച്ച് ഇവിടെ ആ പുന്നപ്പുറ വയലാറിന്റെ പൈസ ഞാൻ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. മനസ്സിലായടാ മരപ്പട്ടി? മനസ്സിലായ? എന്താ വിളിച്ചേ? മരപ്പട്ടിന്ന്. മരപ്പട്ടിന്ന്? ആ മരപ്പട്ടിന്ന്. എന്നെ? ആ നിന്നെ തന്നെ. എങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ. ആ പറ. സത്യം പറഞ്ഞ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടും. ദേഷ്യപ്പെടുന്നില്ല, പറ. എന്നെ വഴക്ക് പറയൂ? ഒന്നും പറയില്ലടാ, പറഞ്ഞോ. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുവോ? നിന്നെ എന്തിനു പറഞ്ഞു വിടുന്നു? നീ സത്യം പറയടാ. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. എങ്കിൽ സത്യം ചെയ്യും. സത്യം ചെയ്യും. അമ്മച്ചാണോ സത്യം? ഒന്നും ചെയ്യില്ല. അമ്മയാണോ? മോലാളിയുടെ അമ്മയെ കൊണ്ടാണ് സത്യം എന്റെ ഇട്ടേക്കുന്നത്. അമ്മയെ കൂടെ സത്യം കേട്ടോ. മരപ്പട്ടി മോലാളിയുടെ അച്ഛൻ. പാർട്ടി ക്ലാസ്സിൽ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. മരപ്പട്ടി എന്ന് വിളിച്ചാൽ തന്തയ്ക്ക് വിളിച്ചോളായി. അപ്പൊ പിന്നെ നീ എന്തിനാ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചത്? അത് മോലാളി ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ എനിക്ക് പാർട്ടിക്കാർ ജോലി തരില്ലല്ലോ. എന്റെ ദൈവമേ, ഇവന്റെ കാര്യം. എടാ നീ കഴിഞ്ഞ ആഴ്ച ഞാൻ 25 കോഴിക്കുഞ്ഞുങ്ങളെ തന്നിട്ട് അതിന് കുത്തിവെപ്പിക്കാൻ പറഞ്ഞ അത് മോലാളി മനസ്സിലാക്കണം. എന്റെ അപ്പൂപ്പൻ നാരായണപിള്ള പറഞ്ഞിരിക്കുന്നത് അറിയാം, എന്താണ്? ഈ പശുവിനെ മൃഗങ്ങളെ ഒന്നും കുത്തിവെക്കേണ്ട, ചവിട്ടിച്ചാ മതിയെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ചവിട്ടിച്ച കോഴിയെ. ചവിട്ടി കൊന്നു നീ. ഇത് നിന്റെ അപ്പൂപ്പ എവിടെ പോയി? അച്ഛൻ അപ്പൂപ്പൻ ചത്തുപോയി. എങ്ങനെയാ? അമ്മൂമ്മ ചവിട്ടി കൊന്നു. എങ്ങനെ കൊല്ലാതിരിക്കും? ഇതല്ലേ സ്വഭാവം. മനസ്സിലായ? എടാ പോയി അവിടെ എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കടാ. ആ കോഴിയുടെ ഇതൊക്കെ നോക്കടാ. അപ്പൊ മോലാളി ഞാൻ പോയി കോഴിപ്പിണ്ടന്മാരാ. ഇനി വന്നാണ് കോഴിപ്പിണ്ടം ഒന്ന് പറയൂല. പിന്നെ ആനപ്പിണ്ടം, പശുവിന് ചാണകം, പക്ഷികൾക്ക് കാഷ്ടം, അങ്ങനെ അയ്യോ, പറയും. നമ്മൾ ഇതിലൊന്നും ഗവേഷണം നടത്തിയിട്ടില്ലേ പൊന്നു സാറേ. നീ സാറേ എന്ന് വിളിച്ചപ്പോഴാണ് ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. എന്താണ്? ഇനി തൊട്ട് നിന്നെ ഞാൻ സാറേ എന്നേ വിളിക്കുള്ളൂ. എന്നെയാ? നിന്നെ ഞാനൊരു തൊഴിലാളിയാണ്. മുതലാളി എന്നെ വിളിക്കണേ, ഞാൻ മുതലാളി സാറേ എന്ന് ഇല്ല, വിളിച്ചു. നിന്നെ ഞാൻ സാറേ എന്ന് വേണ്ട, വിളിക്കും. ഈ ഇല്ല. നാട്ടുകാർ കേട്ടോണ്ടെന്നാ എനിക്കാണ് നാണക്കേട്. എന്നെ സാറേ എന്ന് വിളിക്കണ്ട. എടാ ഇനി വന്നാണ് ഞാൻ പറയട്ടെ. എന്ത്? അത് നിന്നെ ഞാൻ സാറേ എന്ന് വിളിക്കുമ്പോഴേ ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കണ വേറെയാണ്. അതെന്തോണ്? നീ വാ. സാറേ. അതോ വേറൊരു സാറ് വരുന്നു. കസ്റ്റമർ വരണം, മാന്യമായിട്ട് പെരുമാറിക്കണം. മുതലാളി ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. രാവിലെ മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് വിളിച്ചിരുന്നു. എന്നിട്ട് നമ്മൾ മെനഞ്ഞാൻ 500 കോഴിയെ കൊടുത്തില്ലേ? ഇപ്രാവശ്യം 1000 കോഴി എവിടെ വന്ന് ലൂസ ഹോട്ടലിൽ നിന്ന് വിളിച്ച് 250 പോരാ 500 വേണമെന്ന്. എന്ത് ചെയ്യുന്ന ചോളാബാരിന്നൊക്കെ ഇപ്പൊ വിളിയാ. നമ്മുടെ കോഴി മതി, നമ്മുടെ കോഴി. ഇത്രയും നല്ല കോഴി. ഇതിന്റെ ഇടയ്ക്ക് എന്റെ മുട്ടരാരും നീ മറന്നോവല്ലേ? അയ്യോ, 3000 മുട്ട അകത്തിരിപ്പുണ്ട്. പക്ഷെ തികത്തില്ല. കോഴി എടുത്ത് പ്രത്യേകം പറഞ്ഞ 2 മുട്ടയിടാൻ 6000 മുട്ട കൊടുക്കണം. ഇവിടുത്തെ കോഴി എന്ന് പറഞ്ഞല്ലേ അടിപൊളി കോഴി. മോലാളി ചീത്ത കോഴിയെ വിൽക്കത്തേ ഇല്ല. അന്നാള് തന്നെ ഒരു ദിവസം 500 കോഴിക്ക് കോഴി വസന്ത വന്ന് മുതലാളി അത് വിറ്റില്ല. എന്ത് ചെയ്ത്? അനാഥാലയത്തിന് കൊടുത്തു. എന്റെ സാറേ നമസ്കാരം. സാറേന്ന് വിളിക്കണ്ട. അല്ല വേണ്ട, മുതലാളി സാറേന്ന് വിളിച്ചോ. അവനെ വിളിച്ചോ. സാറേന്ന് വിളിച്ചോ. അവനെ സാറേന്ന് വിളിച്ചോ. അവനെ സാറേന്ന് വിളിച്ചോ. സാറേ നമസ്കാരം. എന്നെ വിളിക്കണ്ട. എപ്പോഴും മുതലാളിയെ വേണം സാറേന്ന് വിളിക്കാൻ. സാറേ സാറേ നമസ്കാരം. എന്നെ വിളിക്കണ്ട. അല്ലേ നിങ്ങളെ വിളിക്കണ്ടേ? ഒരു കാര്യം, നിങ്ങൾ തർക്കം ഒഴിവാക്ക്. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വിളിക്കാം. സാറേ സാറേ. മതിയായല്ലേ സാറേ? പിന്നെ ഞാൻ വന്നത്, നാളെ എന്റെ വീടിന്റെ പാലുകാച്ചാണ്, കോഴി വേണം. അയ്യോ, പാല് തരുന്ന കോഴി ഇവിടെ ഇല്ല. അതല്ലെന്നേ, കറി വെക്കാൻ പറ്റുന്ന കോഴികളെ വേണം. ഓ, കറി വെക്കാൻ കോഴിയെ വേണം. അതെ 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 അതെ.
അപ്പോ അച്ഛൻ പറഞ്ഞു വെജിറ്റേറിയൻ മതിയെന്ന്. ആ അല്ലേ? പിന്നെ അച്ഛൻ പറയുന്നത് കേൾക്കണം. വെജിറ്റേറിയൻ മതി. വെറുതെ എന്തിനാ കോഴിയെ പഠിക്കുന്നത്? അല്ല, ഞാൻ കോഴിക്കറി വെക്കാൻ തീരുമാനിച്ചു. ആ എന്തിനാ വെറുതെ അച്ഛൻ പറഞ്ഞ കോഴിക്ക് വേണ്ട, വെജിറ്റേറിയൻ മതി? അല്ല, പണ്ടേ ഞാൻ അച്ഛൻ പറഞ്ഞാൽ കേൾക്കുകയല്ല, എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ സാറാണല്ലേ? നല്ല മോനാണ്. ഒന്ന് വിളിച്ച് സാറേ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. സാറേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറേ എന്ന് വിളിക്കുന്നത്. അപ്പോഴേ അച്ഛനൊരു 300 പേരെ വിളിച്ചു, ഞാനൊരു 300 പേരെ വിളിച്ചു. അപ്പൊ എത്ര വേണ്ടി വരും? അപ്പൊ അച്ഛൻ ഒരു 300 പേരെ വിളിച്ചു, അണ്ണൻ ഒരു 300 പേരെ വിളിച്ചു. അപ്പൊ 300 ഒന്നുക്ക് 2 കാൾ 900. 900 എങ്ങനെയാ ആവണത്? പിന്നെ 300 300 600 600 അല്ലേ? ആര് പറഞ്ഞു? ഞാൻ 3 3 9 അല്ലേ? അയ്യോ എടാ, അത് ഗുണിക്കുമ്പോ ഇത് കൂട്ടിയാ മതി. 300 300 600. അപ്പം ഒരു 150 കിലോ ചിക്കൻ നമുക്ക് എടുക്കാം. 150 കിലോ ചിക്കൻ. ആ. അപ്പൊ 150 കിലോ ആകുമ്പോൾ 300 പേർക്ക് കൊടുക്കാം. 300 പേർക്ക് കൊടുക്കാം. അപ്പൊ 300 പേർക്കുള്ള ചിക്കൻ എടുത്തോ. അതെന്ത്? ഈ അച്ഛൻ വിളിച്ച ഈ ബന്ധന്മാരുണ്ടല്ലോ, അവന്മാർക്ക് പച്ച വെള്ളം ഞാൻ കൊടുക്കത്തില്ല. അവന്മാര് വിശന്ന് പൊരിഞ്ഞ് ആ പട്ടി തെണ്ടിയുടെ പൂക്കൾ നോക്കി ഇടിക്കണം. അതാര് പട്ടിത്തണ്ടി? എന്റെ അച്ഛൻ. സാറാണല്ലേ? ഒന്ന് വിളിച്ചേ. സാറേ അപ്പോഴേ ഇവിടെ ചിക്കൻ എങ്ങനെയാ വില? 180. 180 കുറയ്ക്കണം. കുറയ്ക്കണം. ഓ കോ നൂ. ആ. 1 കിലോ കോഴി 150. അഡ്ജസ്റ്റ് ചെയ്ത് പറ. ഓ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞോ. ആ, ആ. 1 കിലോ കോഴി ഈ കടയിൽ 180 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇത് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെ, ഒരു 150 രൂപയ്ക്ക് കിട്ടൂ. അല്ല അത് പറ്റൂല. അത് 150 കൊടുത്താൽ മുതലാവൂല. അതുകൊണ്ടാണ് 150 രൂപയ്ക്ക് തരാൻ നോക്കുന്നത്. 150 രൂപയ്ക്ക് അങ്ങനെ തരണമെങ്കിൽ പിന്നെ കാല് കയറ്റേണ്ടി വരും. കാലില്ലാത്ത വികലാംഗം കോഴിയെ കിട്ടൂ. ഉണ്ടായിരുന്നു. രാവിലെ പഞ്ചായത്ത് ഓഫീസ് വരെ പോയേക്കണം. അതിന് വികലാംഗ പെൻഷൻ അപേക്ഷിക്കും. ആവശ്യം വരുമ്പോ ഈ പുല്ലുകളെല്ലാം കൂടെ പഞ്ചായത്ത് ഓഫീസിൽ പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊരു അർബാധമില്ലാത്ത കേസാണ്. നീ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ഞാനേ അമ്മായിയപ്പനെ ഒന്ന് വിളിച്ചിട്ട് വരാം. കേട്ടാ ഇപ്പൊ പീസ് വെട്ടുമ്പോഴേ 2 കാൽ അധികം ഇട്ടേക്കണം. ആകെ ഈ 2 കാലുണ്ടോ? അതും കൂടെ അധികോട്ടാ ഞാൻ ഇഴഞ്ഞു നടക്കും. ശ്ശെടാ. വീടിന്റെ പാലുകാച്ചാണല്ലേ? പിന്നെ കല്യാണത്തിന് ആരെങ്കിലും പാലുകാച്ച നടത്തുകൂടാ? ചേട്ടാ, ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിലും വീടിന്റെ പണി അങ്ങ് തീർത്തു. ഇനി ആ റൂഫിന്റെ പണിയും കൂടെ കുറച്ച് തീർത്ത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഈ റൂഫിന്റെ പണി ഉണ്ടായി. നീ റൂഫിന്റെ പണിയുണ്ട്. എനിക്കും ഒരു റൂഫ് പണിയണമെന്ന് ഭയങ്കര ആഗ്രഹം. പണിയണം. പക്ഷേ ഞാൻ ഒരുത്തൻ്റെ അടുത്ത് 1.5 ലക്ഷം രൂപ പറഞ്ഞു. ആ പറഞ്ഞവന്റെ 2 ചെറിയും കൂടെ വെച്ച് വെൽഡ് ചെയ്യണം. അത്രയൊന്നും ആവത്തില്ലെന്ന്. 2500 സ്ക്വയർ ഫീറ്റിന് ഒരു റൂഫ് പണിയാൻ എത്ര രൂപ വേണം? ഒരു 45,000 രൂപയാവും. ഇത്ര ആവോളാം? അത്രേ ആവത്തുള്ളൂ. 45,000 രൂപ പിന്നെ ആളിനെ വേണം. നാളെ രാവിലെ ആളിനെ തരാം. വേണം. 1 മാസം കഴിഞ്ഞ് മതി. 1 മാസം വരെ കാത്തിരിക്കുന്നതിന് മുമ്പ് മഴയൊക്കെ മാറിയിരിക്കുന്ന സമയം ആളത്തോടെ ചെയ്യ്. വീടിന്റെ മേളിൽ വാർത്താലല്ല അതിന്റെ മേളിൽ റൂഫ് കെട്ടാൻ പറ്റും. 1 മാസം ആവും. പക്ഷെ അതെന്താ വാർക്കാഞ്ഞത്? ഭിത്തിയൊന്നും കെട്ടിയിട്ടില്ല 4 സൈഡില. ആ ഭിത്തി കെട്ടിയാലല്ലേ വാർക്കാൻ പറ്റൂ. അത് അന്ന് ഭിത്തി കെട്ടാഞ്ഞത്. അടിസ്ഥാനം കെട്ടിയാലല്ലേ ഭിത്തി കെട്ടാൻ പറ്റൂ. ശ്ശോടാ, അടിസ്ഥാനം കെട്ടിട്ടില്ല. അടിസ്ഥാനം കെട്ടാഞ്ഞത്. വല്ലോന്റെ പെരടത്തി കൊണ്ട് അടിസ്ഥാനം കെട്ടി അവന്മാര് സമ്മതിക്കും. ഇടം മേടിക്കണം, മേടിച്ചിട്ട് കെട്ടണം. അതെന്ത് മേടിക്കാഞ്ഞത് സ്ഥലം? അണ്ണാ കയ്യില് കാശില്ല. എന്ത് കാശില്ലാത്തത്? അണ്ണാ ഞാൻ ഈ കോഴിക്കടയിലല്ലേ ജോലി ചെയ്യുന്നത്. നിങ്ങളെപ്പോലുള്ള കുറെ തെണ്ടികൾ വന്ന് കോഴിയെ മേടിച്ചിട്ട് കടം മേടിച്ചിട്ട് അങ്ങ് പോവും. അങ്ങേരും എൻ്റെ അടുത്ത് കറയും. അതുകൊണ്ട് കടം പറയരുത്. നമ്മളിച്ചിരി കാശും പുത്തനൊക്കെ ഉള്ള ടീമാണ് കേട്ടാ. നമ്മളെ കഷ്ടപ്പെട്ടാണ് വീട് വെച്ചേക്കുന്നത് കേട്ടാ. അപ്പൊ നമ്മളെ അങ്ങനെ കൊച്ചാക്കി സംസാരിക്കരുത്. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, വീടിന്റെ പൂശൊക്കെ കഴിഞ്ഞു? അത് അടിസ്ഥാനം കെട്ടിയപ്പോഴേ കഴിഞ്ഞു. അതങ്ങനെ അടിസ്ഥാനം കെട്ടിയപ്പോഴേ പൂശ കഴിയുന്നു? എടാ, വാനം എടുക്കാൻ വന്നവര് കണാ കുണാന്ന് എടുത്തു വെച്ചു. അപ്പഴേ പിടിച്ച് പൂശ കൊടുത്ത് 2 പടേ പടേ. ചുമ്മാതല്ല അവൻ കണ കുണയെന്ന് പണിതത്. അതൊക്കെ പോട്ടെ. പിന്നെ വീട് വെക്കുമ്പം എപ്പോഴും കക്കൂസിന് ബാത്റൂമിന് മുൻതൂക്കം കൊടുക്കണം. ഈ 10-300 പേരെ വിളിച്ചേക്കുന്നത് ഞാൻ ബാത്റൂം കാണിക്കാനടേ. ഞാൻ കഷ്ടപ്പെട്ട് വീട് വെച്ച് കാണിക്കാനല്ലേ. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ വാരിയാഴ്ചയൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് വലിയ ഗെയിം വെച്ച് ചോദിക്കും, ബാത്റൂം ഉണ്ടോടോ എവിടെ എന്ന് ചോദിക്കും. അവർ ബാത്റൂമിൽ കയറുമ്പോൾ അത്ഭുതപ്പെടണം. അത്രയ്ക്ക് അടിപൊളിയായിരിക്കണം ബാത്റൂം. അത് നമ്മളെ കയറ്റി വെച്ചിട്ടുണ്ട്. ഈ ബാത്റൂമിലുണ്ടല്ലോ നല്ല അടിപൊളി ടൈൽസ് ആണ് ഇട്ടേക്കുന്നത്. അതാണ് ഈ ടൈൽസിൽ കാട്, മരം, പുഴ, കുറ്റിക്കാടുകൾ, അങ്ങനെ നല്ല ഒരു അന്തരീക്ഷമാണ്. അതെന്തിന്? നമുക്ക് ചെന്ന് ഇരിക്കുമ്പം ഒരു ഫീൽ ഉണ്ടാവണം.
അപ്പൊ റബ്ബർ തോട്ടമൊന്നും മറന്നിട്ടില്ല. പട്ടിയുടെ പാല് 12 കൊല്ലം കൊള്ളിട്ടാലും അത് വളഞ്ഞേയിരിക്കൂ. തീർത്ത് അയ്യോ നിന്ന് പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. എന്താണ്? ഒരുപാട് സ്ഥലത്ത് പോകണം. വേണ്ട ബിരിയാണി വെക്കാനുള്ള തുണ്ട്, ബിരിയാണി അരി, ക്യാരറ്റ്, പച്ചമുളക്, സവാള, എലിവിഷം. എലിവശോ? ആ അതൊന്നും എലിവശം. ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ ആ തന്തപ്പടിയില്ലേ ഒരുമാതിരി കടാ കൊണാന്ന് പറഞ്ഞ അപ്പൊ തന്നെ എലിവിഷം കളിക്ക് അണ്ണാക്കിൽ ഒഴിച്ചു കൊടുക്കും. ഈശ്വര ഭഗവാനെ ആയുരാരോഗ്യത്തോടു കൂടി അങ്ങനെ ഇരുന്നോണേ. നിങ്ങളല്ലേ പറഞ്ഞപ്പോ എലിവശം കൊടുക്കുന്നു, പിന്നെ ആയുരാരോഗ്യത്തോട് പ്രാർത്ഥിക്കുന്നതിന്? അയാൾ ആയുരാരോഗ്യത്തോട് ഇരുന്നാലല്ലേ എലിവിഷം കടക്കി കൊടുത്താൽ അങ്ങനെ ചാവത്തുള്ളൂ. എലിവശം തിന്നാ ചാവുണ്ണ. എലി വിഷം തിന്നാ എലി ചാവും. അതല്ല ഞാൻ ചോദിച്ചത്, ഈ എലിവശം കലക്കി കൊടുത്താ ആരോഗ്യമുള്ളവർ ചാവുമെന്ന്. അപ്പോഴേ തട്ടിപ്പോവില്ലേ? ഉറപ്പാണ്. പിന്നെ അപ്പം മുതലാളിയിലൊന്ന് പരീക്ഷിക്കണം. നിന്റെ മോലാളി എങ്ങനെയുണ്ടേ? എന്റെ മോലാളിയാ, എന്റെ മോലാളി. ഇത് കൂട്ട തോൽവി. പക്ഷേ ഞാൻ 4 കോടി കൊടുത്ത് 2 കോടി കൊടുത്തത്. അവൻ പറഞ്ഞു കൂട്ട തോൽവി. മര്യാദക്ക് പോയി അവിടെ പോലെ ജോലി ഉണ്ടായി. നിങ്ങൾ ഇറച്ചിക്കല്ലേ വന്നത്? പോയി. അല്ല എവിടെ പോയിരുന്നതിനിടയ്ക്ക്? ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അമ്മായിയപ്പനെ ഒന്ന് വിളിക്കാൻ പോയിരുന്നു. അറിഞ്ഞൂടെ, മുതലാളി കല്യാണം കഴിച്ചിട്ട് പെണ്ണിന്റെ ബന്ധം കഴിച്ച് 13 വർഷമായി. അത് പറയില്ല, അത് പറയരുത്. മുതലാളിയുടെ വിഷമം നാട്ടുകാരും കൂടെ അറിയണം. മുതലാളി ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, അയ്യോ 13 വർഷമായി ബന്ധം ഒഴിച്ച് നിൽക്കുക. എന്നാലും മുതലാളി എന്നും വന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഫോൺ എടുത്ത് അമ്മായിയപ്പനെ വിളിക്കും. അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുവോ, അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുവോ? അപ്പൊ അമ്മായിയപ്പൻ എന്താ പറഞ്ഞ, എടാ തെണ്ടി പട്ടി, താടി വളർത്തിയ ഉണ്ട കണ്ണ, കോഴിയുടെ കൂടെ ജീവിക്കുന്നവനെ നിന്റെ കൂടെ അവളെ പറഞ്ഞു വിടൂല. അപ്പൊ ഈ മുതലാളിക്ക് നിർത്തിക്കൂടെ? നിർത്താം. പിറ്റേന്നും ചോദിക്കും അവളെ പറഞ്ഞു വിടുവോ? അയാൾ പറയും പറഞ്ഞു വിടൂല. 3-ാമത്തെ ദിവസം ചോദിക്കും പറഞ്ഞു വിടുവോ? ഇങ്ങനെ 13 വർഷമായിട്ട് ചോദിക്കുക പറഞ്ഞു വിടുവോ, പറഞ്ഞു വിടൂല, പറഞ്ഞു വിടുവോ, പറഞ്ഞു വിടൂല. അല്ല ഇങ്ങനെ ചോദിക്കുന്ന പിന്നെ എന്തിനാണ് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നത്? അല്ല, അവളെ ഇങ്ങോട്ട് വിടൂല വിടൂല എന്ന് പറയണത് കേൾക്കുമ്പോഴേ ഭയങ്കര രസം. അല്ല ഈ പെണ്ണുപിള്ള ഇങ്ങനെ പടുങ്ങിപ്പോള്ള കാരണം എന്തോന്നു? മോലാളിക്ക് കുട്ടികൾ ഉണ്ടാവൂല. മോലാളി കുട്ടി ഉണ്ടാവാൻ വേണ്ടി കല്യാണം കഴിഞ്ഞ് എവിടെയെല്ലാം ഉരുണ്ടെന്നറിയോ? അവസാനം മോലാളി ക്ഷീണിച്ചപ്പോ ഞാനാണ് ഉരുണ്ടത്. ഈ സാമദ്രോഹി ഒറ്റ ഒരുത്തനാണ് എന്റെ കുടുംബജീവിതം പൊളിച്ചത്. ഞാൻ അവളെ കൊണ്ട് ആശുപത്രിയിൽ ചെന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു എനിക്ക് കുട്ടികളുണ്ടാവൂല. അപ്പൊ ഞാൻ അവളുടെ അത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അവക്കാണ് കുട്ടികളുണ്ടാവാത്തത്. യവന്റെ അടുത്ത് ഞാൻ ആ രഹസ്യം ഒന്ന് പറഞ്ഞ് എന്റെ ചെറുക്കനല്ലേ ഈ സാമദ്രോഹി കൂട്ട കുരുവരായി അന്ന് രാത്രി അവളെ പറഞ്ഞ അവൾ പോവുകയാണ്. ഒന്നുമില്ലാലും ഞാൻ ഉരുണ്ടതല്ലേ മോലാളി, ആ ഒരു സ്നേഹം പറ്റി ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞാണ്. നിങ്ങൾ വന്നല്ലേ, നിങ്ങൾ പോയിട്ട് വരി ചിക്കൻ പോയിട്ട് വരി. അപ്പം ഒരു കാര്യം ചെയ്യും, ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരുമ്പോഴത്തേനും എല്ലാം വെട്ടി വെക്കണം. വെട്ടി വെക്കണം. എന്റെ ഫോൺ നമ്പർ എഴുത്. വിളിച്ചാ മതിയാ? വിളിച്ചാ മതി. 1 മിനിറ്റ് എഴുതി അങ്ങോട്ട്. പറ. 99,88,45,523. ഞാൻ എഴുതൂല. എന്നാ ഇവിടുത്തെ നമ്പർ ഇങ്ങോട്ട് പറ. എളുപ്പം കിട്ടുന്നതായിരിക്കണം. എളുപ്പം കിട്ടുന്നതാണ്. 101 108. ഇത് വിളിച്ച് ഇറച്ചി കിട്ടൂ? ഇറച്ചി കിട്ടൂല, ഇറച്ചി മണ്ണ് പറ്റും. വൈകിട്ടേക്ക് വന്നാ മതി, ഇണച്ചി ഇവിടെ റെഡിയാക്കി വെച്ചാൽ. വൈകിട്ട് ഞാൻ പോയിട്ട് വരും, അപ്പോഴത്തെ ഇറച്ചി വെട്ടി വെച്ചേക്കാം. മുതലാളി, 150 കിലോ കോഴിയൊക്കെ അറക്കുമ്പോ രക്തം വരും. അതുകൊണ്ട് ഇത്ര രക്തം കാണുമ്പോ എന്റെ തല ഇറങ്ങും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്താണ്ട് വിഷം കൊടുത്ത് കൊല്ലാം. അപ്പോഴ് തിന്നുന്നവൻ അങ്ങ് പൊക്കോളും. മര്യാദക്ക് പോയി പണിയടാ. ആ കാഷ്ടോല മാറിക്കളാ. പോ ചെല്ല്. പോ. അല്ല വന്നേക്കുന്നു. എല്ലാം മാറിക്കളയണം കേട്ടാ. ഇങ്ങോട്ട് വാ. ആ വാരിക്കളയാൻ പറഞ്ഞ കാര്യം അറിയാല്? എന്തിനാണ് വാരിക്കളയാളാ?
കാഷ്ടം കാഷ്ടം തൂത്ത് വൃത്തിയാക്കി കളയണം ആ, ഓ. മനസ്സിലായ അപ്പൊ മുതലാളി ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ രണ്ട് എന്നും രാവിലെ വന്ന് ഇവിടെ കട തുറക്കും. ഓ. എന്നിട്ട് നമ്മൾ രണ്ടോ ആ വലിയ കോഴിക്കൂട്ടിലോട്ട് കയറും. ചൂലെടുത്ത് വെച്ച് ഈ കാഷ്ടം മൊത്തം വാരും. എന്തിനു നമ്മൾ അങ്ങനെ മെനക്കെടുന്നത്? ഞാനൊരു പുതിയ ബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ട്. പറയടാ. നമുക്ക് ഈ കോഴിക്ക് മൊത്തം സ്നഗ്ഗി ഇട്ട് കൊടുത്താലോ? ശരിയാവില്ല, വേണ്ട. ഒരു കസ്റ്റമർ വരുന്നുണ്ട്, മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ, മാന്യമായിട്ട് സംസാരിക്കണം. മുതലാളി ഉണ്ടോ? ഉണ്ടെങ്കിൽ മുതലാളി ഒന്ന് കാണണം. മുതലാളി ഒന്ന് കാണണം. മോലാലിനെ കാണാൻ ഇയാളാര്? ഞാൻ പ്രകാശൻ. എന്താര് പ്രകാശൻ? ആ. എനിക്ക് മുതലാളി ഒന്ന് കാണണം. കാണാൻ പറ്റൂല. അതെന്ത് കാണാൻ പറ്റില്ല? മോലാളിയെ കാണാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. നീ വാ. എന്തോന്നാ ഈ കാണിക്കണത്? എന്ത്? ഞാൻ പറഞ്ഞില്ലേ കസ്റ്റമേഴ്സിന്റെ അടുത്ത് മാന്യമായിട്ട് പെരുമാറണമെന്ന്. ഇത് കസ്റ്റമർ അല്ല, പിന്നെ പ്രകാശൻ. ഓടാ പോയി വലി ജോലി ചെയ്യ്. ഓ പ്രകാശൻ. അയ്യോ അതണ്ണാ. ആ, പിന്നെ ആ, ഞാൻ കല്യാണം പ്രകാശം വിളിക്കാൻ വന്നേ. എന്തോന്ന്? അല്ല, ഞാൻ പ്രകാശം കല്യാണം വിളിക്കാൻ ആ, വന്നേ. ആ, ശരി, അതെ, തലേന്ന് ഒരു 300 മുട്ട വേണം. അയ്യോ തലേന്ന് മുട്ട കിട്ടൂല, മൂട്ടിക്കൂടെയാണ് മുട്ട പോണത്. കല്യാണ തലേന്ന് ബെറോട്ടർ ഇവിടെ മുട്ടക്കറിയാണ് വരുന്നത്. അപ്പൊ അതിന് കുറച്ച് മുട്ട വേണം. മുട്ട വേണം. പക്ഷെ ഞങ്ങൾ ഈ പുറത്തുനിന്ന് വാങ്ങി ഒന്നും ശീലമില്ല. ആ, അത് കല്യാണം എന്നു പറഞ്ഞ കല്യാണം അടുത്ത ആഴ്ച. അപ്പൊ പുറത്തുനിന്ന് വാങ്ങിച്ച് ശീലിച്ചോളൂ. അണ്ണാ, അതല്ലെന്ന്. ഇപ്പൊ ഈ കല്യാണത്തിന് വേണ്ടത് നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടുള്ള മുട്ടയൊക്കെ നമ്മൾ തന്നെ. നിങ്ങൾ ഇടോ? അയ്യോ, ഞങ്ങൾ ഇടുവെന്നല്ല, പിന്നെ? ഞങ്ങളെ വീട്ടിലെ കോഴി തന്നെ ഇടും. നിങ്ങളെ കോഴി പിന്നെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം പുറത്തുനിന്ന് വല്ലതും വാങ്ങിക്കാൻ വേണ്ടി. അപ്പൊ ഈ അത്രയും ഈ വരുന്നവർക്കെല്ലാം കൊടുക്കാനുള്ള മുട്ട നിങ്ങളെ വീട്ടിൽ ഉണ്ട്? വീട്ടിലുണ്ട്. എത്ര കോഴിയുണ്ട്? കോഴി 3 കോഴിയുണ്ട്. പൂവൻ എത്ര, പെട എത്ര? എന്നാ 2 പൂവനും 1 പെട. അപ്പൊ നിന്റെ കോഴിക്ക് രാവിലെ എഴുന്നേറ്റ് മുട്ടയടക്കം തന്നെയുടെ ജോലി, വേറെ ഒന്നും ഇല്ലേ? ഡേയ്, നിന്റെ കോഴിയുടെ അടുത്ത് പറഞ്ഞ ഇടയ്ക്കൊന്ന് ബാത്റൂമിലൊക്കെ പോകാൻ പറയണം കേട്ടാ. എന്നാ ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല. നമ്മൾ വീട്ടാവശ്യത്തിനുള്ള ഒരു സാധനം പുറത്തുനിന്ന് വാങ്ങാറില്ല. എല്ലാം സ്വന്തമായിട്ട്. അതെ അതെ, എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ചോറ് കഴിക്കണമെങ്കില വീട്ടിൽ നിന്ന്. അപ്പൊ പച്ചക്കറി കഴിക്കണമെങ്കില വീട്ടിൽ നിന്ന്. പഴവർഗ്ഗങ്ങൾ കഴിക്കണമെങ്കില വീട്ടിൽ നിന്ന്. കല്യാണം കഴിക്കണമെങ്കില വീട്ടിൽ നിന്ന്. അത് കൊല്ലത്ത്. അതെങ്കിലും കൊല്ലത്ത് നായാലും ഭാഗ്യം, മഹാഭാഗ്യം. അണ്ണാ, എനിക്ക് ഈ കല്യാണത്തിലൊന്നും വലിയ താല്പര്യമില്ല. ചുമ്മാ ഇപ്പൊ തന്നെ കല്യാണം എന്ന് പറഞ്ഞ 5-6 ലക്ഷം രൂപയിലെ പൊട്ടിച്ച് കളഞ്ഞത്. അതാവടാ, തൊട്ടോട്ട് വരുമ്പോ ഓരോ കാര്യങ്ങളാകുമ്പോ 5-6 ലക്ഷം രൂപ ചെലവാകും, അതുള്ളത് തന്നെ. വീട്ടിൽ അച്ഛനും അമ്മച്ചിയും കൂടെ ഒരേ നിർബന്ധം, മോനൊരു താങ്ങ് വേണമെന്ന്. ആ, അപ്പൊ ഒരു തൂണ് കുഴിച്ചിടാനുള്ളതിനാണ് നീ 5-6 ലക്ഷം രൂപ ചെലവാക്കണേ അല്ലേ? അയ്യോ, എന്നാ പിന്നെ വീട്ടിൽ നിന്ന് അച്ഛൻ ഒരു കോഴിയുടെ തുണ്ട് തന്നിട്ടുണ്ട്. കോഴിയുടെ തുണ്ടു ഇറങ്ങി. അതല്ലെന്ന്, ഈ കോഴി കറിയില ഇതിന്റെ വേണ്ടത് ഇതിപ്പോ ഒരുപാട് പൈസ പോലടാ. തന്നെ. അതെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ കുടുംബപരമായിട്ട് ഈ ഹെൽത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന അത് ആൾക്കാരാ. കണ്ടപ്പോ മനസ്സിലായി. അപ്പൊ ഞങ്ങൾക്ക് നല്ല നാടൻ മുട്ട തന്നെ വേണം. നല്ല നാടൻ മുട്ട തരാം, നല്ല നാടൻ മുട്ട തന്നെ തരാം. തമിഴ് നാടൻ മുട്ട. എന്റെ പൊന്നെ, തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ വരുത്ത മുട്ട ഒന്നും വേണ്ട. പിന്നെ പ്രദേശത്തെ കൊള്ള മുട്ട മതി. പ്രദേശത്തുള്ള മുട്ട മതി. തരാം. ഇന്നാ പിടിച്ചോ, ആന്ധ്രാപ്രദേശ് മുട്ട. ഇനി മധ്യപ്രദേശിലൊരു മുട്ടയുണ്ട്, വേണോ? ഈ മുട്ട എന്താണ് ഇത്രയും വലുതായിട്ടിരിക്കണം? എടാ, അത് ഈ കോഴി 5-6 ദിവസം ഇടാതിരുന്ന് വിമ്മിഷ്ടപ്പെട്ട് ഇട്ടതാണ്. ആഹാ, അങ്ങനെയാണല്ലേ. അതെ, എനിക്ക് കല്യാണം കഴിഞ്ഞ് കച്ചവടം തുടങ്ങിയ ഒരു പ്ലാൻ ഉണ്ട്. ആവശ്യമില്ലാത്ത വർത്താനം പറയണോ രാവിലെ വന്നിന്ന്? എന്താണ് പറയണത്? എന്നാ അങ്ങനെയല്ല, നീ കൃഷിയൊക്കെ മതിയാക്കിയിട്ട് ബിസിനസ് എന്തെങ്കിലും തുടങ്ങണമെന്നൊരു പ്ലാൻ ഉണ്ട്. ഓ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഈ കോഴി എങ്ങനെ? അയ്യോ, കോഴി എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഭയങ്കരമായ അംഗപാലും 2 ചിറകും ചുണ്ടും പൂവും വെച്ച് ഇങ്ങനെയാണ് കോഴി. അതല്ല ഞാൻ ചോദിച്ചത്, ഈ കോഴിക്ക് പ്രോഫിറ്റ് ഉണ്ടോ? പിന്നെ പ്രോഫിറ്റേ ഉള്ളു. ഞാനും മുതലാളിയുടെ രാവിലെ വരും 2 ചൂലെടുക്കും, കോഴിക്കൂട്ടിലോട്ട് കയറും. ഈ പ്രോഫിറ്റ് മൊത്തം തൂത്ത് കൂട്ടും. 2 ഇട്ടേക്കുന്നുണ്ടാ. പിന്നെ പ്രോഫിറ്റിന് ചെറിയ വാടക. മതി, ഇനി വന്നാണ് നിന്റെ കോഴി അറുത്ത് വെക്കാൻ എപ്പോഴേ കോഴി അറുത്ത് വെച്ചു? ഞാൻ ഒരു 25 കോഴി എടുത്ത് മാറ്റിയിട്ടിരുന്നല്ലോ, അതിനെ തന്നെ അറുത്തത്. ആ അണ്ണാ, പിന്നെ 25 കോഴി അറുത്തപ്പോ ഒരു സംഭവം ഉണ്ടായി. ഞാൻ തൂക്കി നോക്കിയപ്പോ നമ്മൾ ഈ പറഞ്ഞ 150 കിലോ ഇല്ല, അയ്യോ, അത് വരുമല്ലോ, 80 കിലോ ഉള്ളു. പിന്നെ ഞാനൊരു കാര്യം ചെയ്ത്, അപ്പുറത്തെ കൂട്ടി കിടന്ന ഒരു 30 കോഴി കൂടെ അറുത്തങ്ങ് തള്ളി. ഇപ്പൊ 150 കിലോ ഓക്കെ. എടാ, അപ്പുറത്തെ കൂടെ എന്ന് പറയുമ്പോ ഇട സൈഡിൽ കിടന്ന കൂടെ. ഇടസേല വെളുത്ത കൂട്. അത് പിടക്കോഴികളല്ലേടാ, അതിന്റെ മുട്ട ഉണ്ടല്ലേടാ നമ്മളിവിടെ ജീവിക്കണത്. അണ്ണാ, ഈ പിടക്കോഴി എന്ന അണ്ണൻ എന്തെണ്ണാ? അണ്ണൻ എന്ത്? എടാ, പിടക്കോഴി ആരെങ്കിലും അറുത്ത് കൊടുക്കടാ. പൂവൻ കോഴിയല്ലേടാ അറക്കാനുള്ളത്? എന്റെ പൊന്നെണ്ണ, നമ്മുടെ പൂവൻകോഴിയെ കണ്ടില്ലേ? നല്ല അംഗപാലും പൂവൊക്കെ. എങ്ങനെ അറുക്കണം അതിനെ കണ്ടാ? അതുകൊണ്ട് ഈ പിടക്കോഴി എന്ന് പറഞ്ഞാൽ കണ്ടാ നാറ്റ കേസും മണവൂര്. അയ്യോ, അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് അറുത്ത്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? എന്റെ മുട്ട അത് പൊട്ടി. തകർത്തു മറിച്ചു. ചിരിച്ചിരിച്ചിരിച്ച് ഞങ്ങൾക്ക് ശ്വാസം കിട്ടാണ്ടായി കുറെ നേരം കഴിഞ്ഞപ്പോഴേക്കും. ഫുൾ ഫണ്ണായിരുന്നു അല്ലേ? ചിരിച്ചില്ലേ? നന്നായിട്ട് ചിരിച്ചില്ലേ? ഓഡിയൻസ് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. ആരുടെ ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ആ, വെരി ഗുഡ്. യെസ്. അപ്പോ
പറയൂ സുചേട്ടാ. ഒന്നും പറയാനില്ല, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ് ഞാനും ദാസും കൂടെ. അവരുടെ ചിരി ആ കണ്ടിട്ടല്ലേ? നീല സാരി കൊടുത്ത ചേച്ചി ഇപ്പുറത്ത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ആരെ മൈൻഡ് ചെയ്യണില്ല. ചിരിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചിരി. പിന്നെ ആ കണ്ണാടി ഇട്ട ചേച്ചി, അത് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ സൗണ്ടും. അത് നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് കേട്ടോ. അതെ, തീർച്ചയായും. രണ്ടാമത്തെ ഞാൻ ആദ്യം വിചാരിച്ച് നമ്മുടെ ഈ നിപ്പ വൈറസ് അങ്ങനെ ബന്ധപ്പെട്ട് ആദ്യം ചിക്കനിലോട്ടായിരുന്നല്ലോ വന്നത്, പിന്നല്ലേ വവാലിലോട്ടൊക്കെ പോയത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും റൂട്ടിൽ പോകണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നല്ലൊരു പ്രതലത്തിൽ കൊണ്ടുവന്ന് ഒരു വെറൈറ്റി സ്കിറ്റായിരുന്നു. നന്നായിട്ട് കുട്ടൻചേട്ടാ സമ്മതിച്ചു തന്നിരിക്കുകയാണ്. അസാധ്യമായിട്ട് നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനപ്പുറത്ത് നിങ്ങളുടെ പെർഫോമൻസ് പിന്നെ പറയാനൊന്നുമില്ല. എല്ലാവരും 4 പേരും അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു, സൂപ്പർ, അടിപൊളി. ഉല്ലാസേട്ടാ തകർത്തു. എല്ലാ പ്രാവശ്യത്തെ പോലെ ഇതും ഗംഭീരമായിട്ട് തന്നെ പര്യവസാനിച്ചു. പ്രത്യേകിച്ച് ഇതിൽ കിഷോറേട്ടൻ തകർത്ത് തരിപ്പണമാണ്. അദ്ദേഹത്തിനായിരുന്നു കൂടുതൽ കൗണ്ടർ ഡയലോഗ് കൂടുതൽ കിഷോറേട്ടനായിരുന്നു. പിന്നെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യും. ജനതയും കാര്യം ഞങ്ങൾ എല്ലാ എപ്പിസോഡിലും പറയുന്നത് പോലെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ സംഭവിച്ചു. ഓൾ ദ ബെസ്റ്റ്. എല്ലാം നല്ലായിരുന്നു, അടിപൊളി, സൂപ്പർ. നമുക്ക് ഓഡിയൻസിനോട് തന്നെ ചോദിക്കാം, ഇന്നത്തെ ഈ തകർപ്പൻ പെർഫോമൻസിന് ഇവർക്ക് എത്ര സ്റ്റാർസ് കൊടുക്കണം? യെസ്, 4 ആണ് മെജോറിറ്റി. അതുകൊണ്ട് തന്നെ 4 സ്റ്റാർസ് ആണ് ഇന്നത്തെ ഈ കിടിലൻ പെർഫോമൻസിന് ഇവർക്ക് ഓഡിയൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവരുടെ സമ്മാനങ്ങൾ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഉല്ലാസേട്ടാ, അനുസരിച്ചേട്ടാ, വെൽക്കം ടു ദി സ്റ്റേജ്. അടുത്തതായിട്ടൊരു 1 man ഷോ ആണ്. വേദിയിലേക്ക് എത്തുന്നു മിസ്റ്റർ അനന്ത്. ചേട്ടാ നമസ്കാരം. ടൈറ്റാനിയത്തിലെ ഉദ്യോഗസ്ഥനാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ജോലിക്കിടയിലും മിമിക്രിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ട്. പണ്ട് തൊട്ട് സ്കൂൾ ടൈം തൊട്ട് മിമിക്രി ഒക്കെ ചെയ്യാറുള്ളതാണോ? സ്കൂൾ ടൈം അല്ല, പ്രീ ഡിഗ്രി മുതലാണ് എനിക്ക് മിമിക്രി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആഹാ, ഇങ്ങനെ ഒരു കല ഉറങ്ങിക്കിടപ്പുണ്ടെന്ന് അന്നേരം അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പിന്നെ കോളേജിലൊക്കെ മിമിക്രി മത്സരത്തിൽ കോളേജ് തലത്തിൽ നമുക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ 96 കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ഓ, യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഇന്ന് എന്താണ് ഇവിടെ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത്? നമുക്ക് രാമചന്ദ്രൻ്റെ കൗതുക വാർത്താവായന മുതൽ അങ്ങോട്ട് 1-2 സിനിമാ നടന്മാരുടെയൊക്കെ ശബ്ദം, രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ ശബ്ദം എടുക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും. അതിനിപ്പോൾ എന്താ, ആകാശവാണിയിലൂടെ വാർത്താവായന രംഗത്ത് തങ്കലിപികളാൽ കുറിക്കപ്പെട്ട ഒരു ശബ്ദമാണ്, ഒരു വ്യക്തിത്വമാണ് രാമചന്ദ്രൻ്റെ വാർത്താവായന എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു കൗതുക വാർത്താവായനയോടുകൂടി ഞാൻ തുടങ്ങട്ടെ. ആകാശവാണി കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. ഇറ്റലിയിലാണ് സംഭവം. സ്ത്രീകൾ ഇനി പുരികം വടിക്കുകയോ ചുരണ്ടുകയോ വേണ്ട. അവിടെ ഒരു പുരിക സംഹാരി കണ്ടുപിടിച്ചിരിക്കുന്നു അത്രേ. അധിക പുരികമുള്ളിടത്ത് ഈ പുരിക സംഹാരി പുരട്ടുകയേ വേണ്ടൂ, പുരികം താനെ പൊഴിഞ്ഞു പോകും. എന്നാൽ ഏതൊരു ഔഷധത്തിനുമുണ്ട് ഒരു പ്രതിപ്രവർത്തനം. ടു എവറി ആക്ഷൻ ദയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. കഷണ്ടിക്കാരുടെ തലയിൽ ഈ ഔഷധം പുരട്ടുകയാണ് എങ്കിൽ മുടി താനെ കിളിർത്തു വരും. ഈ കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം 7 ഗോളിന് അതിദയനീയമായി പരാജയപ്പെട്ടതിൻ്റെ ദുഃഖസൂചകമായി 7 ദിവസം 7 മിനിറ്റ് മൗനം ആചരിക്കണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ദുഃഖസൂചകമായ അന്തരീക്ഷത്തിൽ അറിയിച്ചു. എന്നാൽ അടിച്ചാൽ തിരിച്ചടിക്കുകയില്ല എന്ന ഒരു ഗാന്ധിയൻ ആദർശമാണ് തങ്ങൾ കളിയിലുടനീളം പ്രദർശിപ്പിച്ചത് എന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ അതനു ഭട്ടാചാര്യ അറിയിച്ചു. കൗതുക വാർത്തകൾ ഇനി അടുത്ത ഞായറാഴ്ച 12:45. അടിപൊളി, സൂപ്പർ. മലയാള കഥാപ്രസംഗവേദിക്ക് പുത്തനുണർവ് കൊടുത്ത മഹാനായ കാഥികൻ വി സാംബശിവൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കഥാപ്രസംഗത്തിൻ്റെ ഒരൽപ്പം ഞാൻ അവതരിപ്പിക്കുകയാണ്. വിശ്വമഹാകവി വില്യം ഷേക്സ്പിയറുടെ
ഒഥല്ലോ എന്ന കഥാപ്രസംഗം ലോക സാഹിത്യത്തിൽ ആ കഥ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. പ്രിയമുള്ളവരെ, എൻ്റെ നായകൻ ഇതാ കടന്നു വരുന്നു. ഒഥല്ലോ 6-6.5 അടി പൊക്കം, അതിനൊത്ത ആരോഗ്യം, ചിരട്ടക്കഴി, എണ്ണ ചാലിച്ച് ദേഹത്തെ വാരിത്തേച്ച നിറം, കർത്താവിൻ്റെ അർദ്ധരാത്രിക്ക് ജനിച്ച പോലുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കൂ, മിസ്റ്റർ ഒഥല്ലോ, എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചുള്ള അഭിപ്രായം? എന്താണ് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. ഡെസ്റ്റമന, DESDEMONA, ഡെസ്റ്റമന. ഒഥല്ലോ, എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചുള്ള അഭിപ്രായം? അദ്ദേഹം സധൈര്യം ചോദിക്കൂ. അദ്ദേഹം പറയും അപ്സരസാണെൻ്റെ ഡെസ്റ്റമൻ. ഡെസ്റ്റമന എന്ന് അദ്ദേഹം തീർത്ത് വിളിക്കുന്നില്ല. ഡെസ്റ്റമൻ. പങ്കജാക്ഷിയോട് കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ പങ്കജാക്ഷി എന്ന് നീട്ടി വിളിക്കുമോ? പങ്കി എന്നല്ലേ വിളിക്കുമോ എന്ന് പറഞ്ഞ പോലെ ഡെസ്റ്റമൻ പാടുമാടും സുഹൃ സമ്മേളനങ്ങളിൽ. അടിപൊളി. ഇപ്പൊ ഞാൻ ബാക്കി കഥ കേൾക്കാൻ ഇരിക്കുകയായിരുന്നേ. ശരിക്കും ഒരു കഥാപ്രസംഗം കേട്ടിരിക്കണമല്ലോ. ഇത് അനുകരണമാണല്ലോ എന്നുള്ള കാര്യം മറന്നേ പോയി. താങ്ക് യു വെരി മച്ച്. അടുത്തതായിട്ട് നിത്യഹരിത നായകൻ പ്രേം നസീർ സാറിൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ എല്ലാവരെയും കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നുന്നത്. ശുഭദ്രേ, അന്നൊരിക്കൽ നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നീ എന്നെ അപമാനിച്ചു. നിന്നോട് ഇച്ചിരി ഉമിക്കിരി ചോദിച്ചപ്പോൾ നീ എനിക്ക് തന്നില്ല. ആ ഉമിക്കിരി ചോദിച്ചിട്ട് തരാത്തയാളുടെ ചായ ഞാൻ കുടിച്ചതുമില്ല. മണ്ടിപ്പെണ്ണെ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ആ ഒന്ന് ചിരിക്കൂ. അങ്ങനെയല്ല, ഇങ്ങനെ. ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിലെ തിലകൻ ചേട്ടൻ്റെ ഒരു വലിയ സുന്ദരമായ മനോഹരമായ ഒരു സീനുണ്ട്. അതിൻ്റെ ഒരു വോയിസ്. നവംബർ 26 എന്ന് പറയുന്നത് വൃശ്ചികപ്പത്ത് ശനിയാഴ്ച തൃക്കേട്ടയാണല്ലോ. അർക്കാരമന്ദവാരേഷു ക്രിയതേ നാദിശോഭന എന്നാണ്. ശനിയാഴ്ചയും തൃക്കേട്ടയും ഒരുമിച്ച് വന്നാൽ വലിയ ദോഷ. ഇത് ജ്യോതിഷികൾ ആരെങ്കിലും കുറിച്ച് തന്നിട്ടുള്ളതാണോ? ഒട്ടും ശുഭകരമല്ലാത്ത ദിവസം. വൃശ്ചികത്തിലാണെങ്കിൽ നവംബർ 25 തിങ്കളാഴ്ച നോക്കിയാൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി. ഇഷ്ടാഹ കൃഷ്ണാഷ്ടമി ഏറെ നന്നാവും. അറിയോ, വിശന്ന് വലഞ്ഞു കയറി വന്ന എനിക്ക് അറിഞ്ഞ ആഹാരം തരാൻ ഈ പെൺകുട്ടി കാണിച്ച മനസ്സുണ്ടല്ലോ, അതാടോ തനിച്ച് കിട്ടാൻ പോകുന്നതിൽ ഏറ്റവും വില കൂടിയ ശ്രീധരൻ. അടുത്തതായി 6-ാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ നരേന്ദ്രപ്രസാദും മോഹൻലാലും ചേർന്നുള്ളൊരു കോമ്പിനേഷൻ സീനാണ്. ഒന്ന് എടുക്കാൻ ശ്രമിക്കുകയാണ്. 16 കൊല്ലം മുമ്പ് ഞാൻ മുടക്കിയ ഉത്സവത്തിന് നീ കൊടിയേറ്റ് നടത്തിയല്ലേ? കുളപ്പുള്ളിയപ്പനെ ജയിക്കാൻ നീ ഉയർത്തിയ കൊടി നീയായിട്ട് അഴിക്കണോ അതോ ഞാൻ അഴിപ്പിക്കണോ? വാക്കിന് നേരും നെറിയുമില്ലാത്ത കള്ള പരീക്ഷ. കൊടിയേറ്റ് കഴിഞ്ഞാൽ 16-ാം നാൾ ഉത്സവം നടക്കണം. കൊടിയേറ്റ് കഴിഞ്ഞാൽ ഉത്സവം നടക്കണം. നടന്നേ തീരൂ. പക്ഷേ നിനക്കറിയാം നടക്കില്ല എന്ന്. അപ്പോൾ നീ അടവ് മാറ്റി അപേക്ഷയുടെ പുതിയ ഭാഷയുമായി വന്നിരിക്കുകയാണല്ലേ. നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്. അപ്പൻ എന്ന് വിളിച്ച അതേ നാവുകൊണ്ട് തന്നെ ചെറ്റ് എന്ന് വിളിക്കേണ്ടി വന്നതിന് മനസ്താവുമുണ്ട്. എടോ, അപ്പൻ എന്ന് പേരുള്ള ചെറ്റ്, താൻ ആരാടോ? തൻ്റെ കളരിയും മർമ്മവിധിയും തരികൾ നമ്പരും എല്ലാം ചിലവാകും ഇവിടുത്തെ പാവം ജനങ്ങളുടെ മുമ്പിൽ. ഇത് ആള് വേറെയാ. കളി ഒരുപാട് കണ്ടവനാ ഞാൻ. കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. തൻ്റെ അറയിലോ അപ്പൂപ്പൻ്റെ കുഴിമാടത്തിൻ്റെ ഉള്ളിലോ താൻ കൊണ്ടുവച്ചിരിക്കുന്ന തിരുവാഭരണത്തിൻ്റെ ആമാടപ്പെട്ടി താൻ തന്നെ കൊണ്ടുവരും. പുഴക്കരയിലെ വട്ടത്തറയിൽ തന്നെ ഞാൻ വരുത്തും. ഇതിനിടയിൽ അറിയാവുന്ന നാറിയ കളികളെല്ലാം താൻ കളിക്കുമെന്ന് എനിക്കറിയാം. ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ട് ജഗന്നാഥനെ മണ്ണ് വിട്ടു പോകും. അടുത്തതായി പഴയ വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ചന്തുവിൻ്റെ പ്രസിദ്ധമായ ആ ഡയലോഗൊന്ന് അവതരിപ്പിക്കുകയാണ്. ഇരുമ്പാണ് തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരുക ചോദിച്ചപ്പം മറന്നുപോയി എന്ന് കളവ് പറഞ്ഞവൻ ചന്തു.
മടിയിൽ അംഗത്തിളർച്ചയോടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാർകൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ തന്നെ. പിന്നെന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണ്ഡ നിങ്ങളുടെ നാട്ടിൽ. ഈ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായി ഉന്നയിച്ചുകൊണ്ട് ആ ചന്തുവിൻ്റെ ആയുധ ഇടപാട് ആ ഒരു ചർച്ചാ വിഷയമാക്കി ഈ കേരള രാഷ്ട്രീയത്തിൽ ഒരു ചർച്ചാ വിഷയമാക്കിയാൽ ഓക്കെ എങ്ങനെയിരിക്കും എന്നൊന്ന് അനുകരിക്കുകയാണ്. നോക്കാം നമുക്ക്. അപ്പോൾ ആയുധ ഇടപാടിനെ കുറിച്ച് ആദ്യമായി നമ്മുടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. ആയുധങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങളെ അങ്ങ് വിരട്ടാമെന്നൊന്നും ആരും ധരിക്കേണ്ട കാര്യമില്ല. ഊരിപ്പിടിച്ച ആയുധങ്ങളുടെ ഇടയിലൂടെ പേടിയില്ലാതെ നടന്നു പോയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. ഇനി കോഴ ഇടപാടിൻ്റെ കാര്യം പറയാം. അങ്ങനെ ഒരു കാര്യം ചന്തു ചെയ്തിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടും അദ്ദേഹത്തിനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. അതിനെന്താ സംശയം? അതാണല്ലോ ഞങ്ങളുടെ നയം. ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ കോഴ കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞ് വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. അടിപൊളി. അടുത്തതായി ഈ വിഷയത്തിൽ VS അഭിപ്രായം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു? ചുരുക്കി വിളക്കിക്കാനായിട്ട് മിസ്റ്റർ ചന്തു കൊല്ലന് 16 ഗോൾഡൻ കോയിൻസ് കൊടുത്തു എന്നാണ് ആരോപണം. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇത് കോഴ തന്നെ, കോഴ കോഴ. താങ്ക് യു വെരി മച്ച്. സോ ആനന്ദേട്ടാ ഒരു ബ്രില്യൻറ്റ് പെർഫോമൻസ് ആയിരുന്നു അല്ലേ? അപ്പോൾ ചുമ്മാതല്ല 96-ലെ യൂണിവേഴ്സിറ്റി വിന്നർ ആയത്. അന്ന് മാത്രമല്ല, അന്ന് വിന്നറായിട്ട് ഇത് മടക്കി വീട്ടിൽ വെച്ചിട്ട് ഉദ്യോഗത്തിന് മാത്രം പോവല്ലായിരുന്നു എന്നുള്ളതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും ഒരു തകർപ്പൻ പെർഫോമൻസ്. ഒരുപാട് സന്തോഷം കണ്ടതിൽ. താങ്ക് യു സോ മച്ച്. ഉല്ലാസേട്ടാ, ഈ കോഴി ഫാമിന്റെ സ്കിറ്റ് കണ്ടപ്പോഴാ പണ്ടൊക്കെ എല്ലാ വീട്ടിലും കോഴിയും പശുവും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? പശുവും കോഴിയൊക്കെ നമ്മുടെ വീട്ടിൽ വേണം. അപ്പോഴാണ് ഒരു 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 വീടിനൊരു ഐശ്വര്യം ഉണ്ടാവുക അല്ലേ? ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടെങ്ങനെ? എന്താ ഫ്ലാറ്റിൽ താമസിക്കുന്ന എന്നോട് പശുവിന്റെ കോഴിയുടെ കാര്യം പറഞ്ഞു. എനിക്ക് എന്താ വെച്ചാല് നിങ്ങൾക്ക് പശുവിനെയൊക്കെ അറിയാത്ത മലയാളി ഉണ്ടോ? അതുകൊണ്ടാ ചോദിച്ചേ. അത് എനിക്കതൊന്നും അറിയില്ല. ഞാൻ ഫ്ലാറ്റിലാണ് താമസം. ജനിച്ചപ്പോ തൊട്ട് ഫ്ലാറ്റിലായിരുന്നു ഉല്ലാസേട്ടൻ. പശുവിനെ നീ കണ്ടിട്ടില്ലേ? പശുവിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ അതൊക്കെ അതിനൊന്നും വളർത്താനുള്ള എവിടെയാണ് സമയം? അതെന്താ കാര്യം? ഓ, പശുവായിട്ട് ഇടപെടാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. അത് താല്പര്യമില്ല, അതുകൊണ്ടാണ്. എന്താണ് താല്പര്യം? എന്താ നിനക്ക്? ഉല്ലാസ് ഇവിടെ കണ്ടോ? ഗസ്റ്റ് ആയിട്ട് ഇവിടെ വരുന്നെന്ന് പറഞ്ഞാൽ അയാൾ ഇവിടെ ആണോ? ഉല്ലാസ് ആരാ? ഉല്ലാസ് അവിടെ ഉണ്ട്. ഒരുമാതിരി പണി എൻ്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. എന്ത് ആ പണി എൻ്റെ അടുത്ത് കാണിക്കരുത്. എന്തോ കാണിച്ചു? 2 ആഴ്ചക്ക് മുമ്പ് എൻ്റെ പശുവിനെ മേടിച്ചിട്ട് പോയിട്ട് അതിന് പൈസ മുങ്ങി അടക്കാണ്. പശുവിനെ മേടിച്ചിട്ട് പോയി അതിൽ മുങ്ങി അടക്കാണ്. ഉല്ലാസേട്ടനല്ലേ ഇപ്പൊ പറഞ്ഞത് പശുവിനെ കണ്ടിട്ടില്ല, അറിയത്തില്ല? ആ ഈ പുള്ളി പശുവിനെ മേടിച്ചോ? ആ എൻ്റെ കയ്യിൽ മേടിച്ചത് 2 ആഴ്ചക്ക് മുമ്പ്. ഫ്ലാറ്റിലല്ലേ താമസിക്കുന്നേ? ഫ്ലാറ്റില്ല, ഫ്ലാറ്റ് നിങ്ങൾക്കറിയാവോ? ഇദ്ദേഹത്തിന്റെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടില് 2 എരുത്തിര്, അതായത് 2 തൊഴുത്ത് ഫ്ലാറ്റിന്റെ ഫ്രണ്ടില്. അതിനോട് ചേർന്നൊരു കിണർ, പിന്നെ പകുതി ഓല പകുതി ഓടും. ഇതാണ് ഫ്ലാറ്റ്. നാളെ 2 ആഴ്ച കൊണ്ട് ഞാൻ പുറകെ നടക്കാണ്. നാളെ വൈകിട്ട് എൻ്റെ പൈസ കിട്ടിയിരിക്കും. കറക്റ്റ്. നാളെ വൈകുന്നേരം ഒരു സമയം ഉണ്ടെങ്കിൽ എൻ്റെ പൈസ തന്നിരിക്കണം. വൈകുന്നേരം എനിക്ക് പൈസ തരാൻ പറ്റില്ല. അതെന്താണ്? വൈകുന്നേരങ്ങളിൽ ഞാൻ പുഴയോരങ്ങളുടെ സൈഡിൽ പോയിരുന്നിട്ട് നയനസുഖമായ കാഴ്ചകൾ കാണാനാണ് ആഗ്രഹം. കുളിസീൻ കാണുന്നതിന് സാഹചര്യം. ഇതാണ് ഇയാളുടെ പരിപാടി. ഇതൊക്കെ മോശമാണ്. ഇയാൾ എന്ത് ചെയ്താലും എനിക്ക് നാളെ വൈകിട്ട് പൈസ കിട്ടിയേ പറ്റൂ. എനിക്ക് പശുവിനോട് താല്പര്യം. എന്തോ? എനിക്ക് പശുവിനോട് താല്പര്യമുണ്ടേ. വരും, കാണും. മിക്ക കാളകൾക്കും പശുവിനോട് താല്പര്യം വരും. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. പിന്നെ ഞാൻ പശുവിനെ വളർത്തിയാൽ എന്തെങ്കിലും ലാഭം ഉണ്ടാവും? ഉണ്ടാവും. നിങ്ങൾ വളർത്തിയാൽ നല്ല ലാഭമായിരിക്കും. കാരണം പിണ്ണാക്ക് വെളിയിൽ നിന്ന് മേടിക്കേണ്ട, തലയ്ക്കകത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇഷ്ടം പോലെ. എന്തൊരു മനുഷ്യനാണ് ഈ ഇയാൾ അതൊന്നും പറയണ. എനിക്ക് പൈസ തരണം. പശുവിനെ മേടിച്ചിട്ട് പൈസ തരണം. പക്ഷെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ പശുവിനെ വളർത്തുന്നത് ലാഭം തന്നെയാ. പശു നമുക്ക് പാല് തരും, ചാണകം തരും, എന്തൊക്കെ ഗുണങ്ങളാണ്? പാല് തരും, ചാണകം തരും, അങ്ങനൊന്നും പറയണ്ട. ചാണകം തരും എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. എന്ന് വെച്ചാൽ ചാണകം ഇങ്ങനെ വരുവാ. പക്ഷെ പാലെന്ന് പറഞ്ഞാൽ നമ്മൾ പിഴിഞ്ഞെടുക്കുമല്ലേ, അത് തരുവാണ്. പിടിച്ച് ഇടിച്ച് പിന്നെ ഈറ്റി ചുരുത്തടി എടുക്കുന്നത്. അതെങ്ങനെയാണ് തരുന്നത്? പിന്നെ മനസ്സറിഞ്ഞ് പശു തരും. നല്ല തൊഴി, അത്രയേ ഉള്ളൂ. അല്ല ഇങ്ങനെ തരും എന്ന് പറയരുത് എല്ലാം കൂടെ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ഉല്ലാസേട്ടൻ ഇപ്പൊ എന്തിനാ ഈ പശുവിനെ മേടിച്ചേ? അതറിയത്തില്ലേ? അത് അങ്ങനെ ചോദിക്കേ. പൂയത്തിൽ പൈ വന്നാൽ കയ്യിൽ കായ്.
നല്ല രസമുണ്ട് കേൾക്കാനല്ലേ? എങ്ങനെയുണ്ട്? പട്ടി കയറി കൊണ്ട പോലെ കൈ 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 സാഹചര്യം പറയാണ്. കൈ വന്ന കൈ വന്ന കൈ ഈ പശുവിനെ മേടിച്ചാ വല്ല ലാഭമുണ്ട്. പശുവിനെയോ? അവന് ലാഭമുണ്ട്. അതെന്താ എനിക്ക് ലാഭം? പാലിനകത്ത് വെള്ളം ചേർത്തല്ലേ വിൽക്കുന്നത്, അപ്പൊ ലാഭം കിട്ടില്ലേ? കൊള്ള ലാഭം. വൃത്തികേട് പറയരുത് കേട്ടോ. അതെന്താ? ഞാൻ പാലിനകത്ത് വെള്ളം ചേർക്കത്തില്ല. പിന്നെ നാട്ടുകാർക്ക് കൊടുക്കാൻ നേരത്ത് വെള്ളത്തിനകത്ത് ഒരു ശകലം പാല് ചേർക്കും. അല്ല, ഞാൻ പാലിനകത്ത് വെള്ളം ചേർക്കത്തില്ല. സത്യം, ഞാൻ അങ്ങനെ ഒരു മനുഷ്യനല്ല. ഞാൻ അത് മനസ്സിലാക്കണം. താൻ എന്നെ പശുവിനെ തന്ന് പറ്റിക്കുകയല്ലായിരുന്നു. എന്താ പറ്റിച്ച്? എടോ താൻ ഇയാൾ പറഞ്ഞ എന്താണെന്നറിയോ? പൂവാലി പശുവിനെ തരാമെന്നാണ് പറഞ്ഞത്. പൂവാലി പശുവിനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? അതിന്റെ പാലിൽ എവിടെ ആയിരുന്നോ പൂവിരുന്നത്? പൂവാലി പശു തരാമെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനു ബോധമായിട്ട് സംസാരിക്കുന്നത്? അതെന്താ എങ്ങനെയാണോ സംസാരിക്കുന്നത്? ആ പൂവാലി പൈസ തരാതിരിക്കാൻ വേണ്ടി ഈ ആവശ്യമില്ല ഡയലോഗ് ഒന്നും വിടണ്ട. മനസ്സിലായല്ലോ? നിനക്ക് പൈസ അത് പറഞ്ഞാൽ മതി. പൂവാലി പശുവിന്റെ വാലിൽ എവിടെ ആയിരുന്നു പൂവിരുന്നത്? പൂവാലി പശു പാലി പൂന്ന് ഈ കിടക്കുന്ന ജേഴ്സി പശുവിനെ ചോദിക്കണം. ഞാൻ ജേഴ്സി പശുവിനെ ജേഴ്സി ഇട്ട പശുവിനെ കൊണ്ടു കൊടുക്കാൻ എന്നോട് പറഞ്ഞല്ലോ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. കാതിൽ കമ്മലിട്ട് നല്ല മണിമാല ഇട്ടൊരു പശുവാണ് ഞാൻ കൊടുത്തത്. കല്യാണം കഴിപ്പിച്ച ശ്രീധനൻ തന്നു വിട്ട പോലാണ് ഇയാൾ പറയുന്നത്. ഇയാൾ അങ്ങനെ പറയണം. എനിക്ക് പൈസ തന്നെ വരത്തുള്ളൂ. എന്ത് പൈസ? എനിക്ക് പശുവിന്റെ പൈസ തരണം. ഇയാളൊരു കാര്യം അറിയാമോ? എന്താണ്? ഞാൻ പശുവിനെ വാങ്ങിച്ചു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ഏക്ക് ഞാൻ ഈ പശുവിനെ വാങ്ങിച്ചെന്തിനാ? എന്തിനാ? എനിക്ക് കണി കാണുന്നതിന് വേണ്ടിയാണ്. രാവിലെ പശുവിനെ കണ്ടോണ്ടിറങ്ങിയ ഭയങ്കര ഐശ്വര്യമാണ്. ശരിയാ. പൈസ ഞാൻ തരത്തില്ല. എന്താ എന്താ തരാത്തെന്നോ? ആ പശു ഇന്നലെ രാവിലെ ചത്തു. എങ്ങനെ? അതെങ്ങനെ ഞാനെങ്ങനെ അറിയുന്നത്? തനിക്ക് സുഖമില്ലാത്ത പശുവിനെ ഞാൻ എനിക്ക് തന്നത്. എങ്ങനെ ഏത് സമയത്താണ് മരിച്ചതെന്ന് പറ. ഞാൻ കണി കണ്ടങ്ങോട്ട് ഇറങ്ങി, അപ്പോഴത്തന്നെ ആ പശു ചത്തു. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇദ്ദേഹം കണി കണ്ടിട്ട് പോയ ഉടനെ അത് ചത്തു. അപ്പൊ ആ പശുവിന്റെ കാര്യം ഒന്ന് ആലോചിക്കും. ഇവനെ കണി കണ്ടതേ ഉള്ളൂ, ആ നിന്ന നിലയിൽ പശു ചത്തു വീണു. അപ്പൊ എന്ത് ഇരണമായിരിക്കും ഇവനെ? അതൊന്ന് ആലോചിച്ച് നോക്ക്. എന്റെ പൊന്നനിയാ, എനിക്ക് ആ പൈസ വേണ്ട. നിന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിച്ചാൽ ഞാൻ നിന്ന് കത്തും. അത്ര കയറണമാണ് നിനക്ക്. എനിക്ക് പൈസ വേണ്ട, നീ എടുത്തു. അല്ല, വേണ്ട. എന്റെ കുടുംബത്തിലെ പൈസ എന്റെ കുടുംബം നിന്ന് കത്തും. അത്ര കയറണമാണ് അവന്. ഹലോ, പിന്നെ എന്താണ്? പശു ചത്തോണ്ട് പകുതി പൈസ വേണേ? എനിക്ക് പകുതിയും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. നീ എടുത്തോളാൻ പറഞ്ഞില്ലേ? എന്റെ വീടിന്റെ പരിസരത്തൂടെ പോലും നീ അനിയാൻ നടക്കല്ലേ. എല്ലാം ഇത്രയും പിന്നെ മണ്ണ് വാരി മൂടിയിട്ടിട്ട്. കോമഡി മസാലയുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ചിരിയും കാഴ്ചകളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും മറ്റൊരു എപ്പിസോഡിൽ. ബൈ.